സ്ത്രീകൾ കൊലയാളികളാകുന്ന കേസുകൾ ഇന്ന് അപൂർവമല്ല. കൊലപാതകങ്ങൾ മാത്രമല്ല, കൊള്ളയും മോഷണവും തട്ടിപ്പും തട്ടിക്കൊണ്ടുപോകലും. അങ്ങനെ സ്ത്രീകൾ കൂടി ലിംഗവ്യത്യാസമില്ലാതെ കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് വിരാജിക്കുന്നതിൽ ഇപ്പോൾ കൗതുകവുമില്ല. പക്ഷേ നിയമത്തിന്റെ ഒട്ടേറെ ആനുകൂല്യങ്ങൾ സ്ത്രീകൾക്കുണ്ട്. പരിരക്ഷ എന്ന നിലയിൽ അവയൊക്കെ പ്രസക്തവുമാണ്. എന്നിട്ടും അതൊക്കെ കടന്ന് ഒരു സ്ത്രീ ഒരു കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെടുമ്പോൾ അത് ശ്രദ്ധേയമാകുന്നതും അതുകൊണ്ടാണ്. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിലെ കാരണവേഴ്സ് വില്ലയിൽ ഗൃഹനാഥനായ ഭാസ്കര കാരണവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് 2009 നവംബർ 8-നാണ്. മനുഷ്യരെ നടുക്കിയ ഒരു കുറ്റകൃത്യത്തിന്റെ കഥ നാടറിയാൻ തുടങ്ങുന്നതിന്റെ സൂചന മാത്രമായിരുന്നു അത്. പിന്നെ പുറത്തറിഞ്ഞതൊക്കെ സമ്പത്തിനോടുള്ള അമിതമോഹത്തിൽ മനുഷ്യൻ സഹജീവിയെ ഇല്ലാതാക്കുന്നതിന്റെ നേർസാക്ഷ്യങ്ങൾ. ഇന്നാ കഥയാണ്. കുറ്റവും ശിക്ഷയും തുടങ്ങുന്നു. അമേരിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചെത്തിയതാണ് ഭാസ്കര കാരണവരും കുടുംബവും. മകനും ഭാര്യയും നേരത്തെ മടങ്ങിയിരുന്നു. 66 വയസ്സുകാരനായ ഭാസ്കര കാരണവരെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതോടെ കാരണവേഴ്സ് വില്ല പോലീസിന്റെ വലയത്തിലായി. മോഷണത്തിനായുള്ള കൊലപാതകം എന്നായിരുന്നു ആദ്യ നിഗമനം. ചെറിയനാട് കാരണവേഴ്സ് വില്ല. കാടുമൂടിയ ഈ വീടിന് ഒരു വലിയ കഥ പറയാനുണ്ട്. വീടിന്റെ അവകാശികൾ അമേരിക്കയിലാണ്. ഈ ഓർമ്മകളിലേക്ക് അവർ മടങ്ങിയെത്തുമെന്നുറപ്പില്ല. പക്ഷേ ഈ വീട്ടിൽ നടന്ന അരും കൊല മലയാളികൾ ഒരിക്കലും മറക്കില്ല. ആ കൊലപാതകം നൽകിയ പാഠം ഇന്നും മലയാളി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശ്വാസമാണ് കുടുംബത്തിന്റെ അടിത്തറ എന്ന പറഞ്ഞു പഠിച്ച വാചകങ്ങൾ തച്ചു തകർക്കപ്പെട്ട ദിവസങ്ങൾക്കൊടുവിലാണ് ഒരു കൊലവെറി ഇവിടെ ആടിത്തിമിർത്തത്. ജീവൻ നഷ്ടപ്പെട്ടത് ഒരു 66-കാരൻ്റേതാണെങ്കിൽ ഉറക്കം നഷ്ടമായത് കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളുടേതുമായിരുന്നു. ആ കുടുംബങ്ങളിലെ കാരണവന്മാർക്കായിരുന്നു. ആരെ വിശ്വസിക്കണം എന്ന് മലയാളി വയോധികർ സ്വയം ചോദിച്ച ദിവസങ്ങൾ. നവംബർ 8 പോലീസ് എത്തി. നടപടികൾ പൂർത്തിയായി. മരണാനന്തര ചടങ്ങുകളും കഴിഞ്ഞു. മോഷണത്തിനായുള്ള കൊലപാതകമെന്നായിരുന്നു അപ്പോൾ നാട്ടിൽ പരന്ന കഥ. പോലീസിന്റെ ആദ്യ അന്വേഷണവും ആ വഴിക്കായിരുന്നു. പോലീസിന് മുന്നിൽ 2 സൂചനകൾ. ഒന്ന്, വീട്ടിലെ നായകൾ ആ രാത്രിയിലോ പിറ്റേന്ന് പുലർച്ചെയോ കുരച്ചിരുന്നില്ല. നായ്ക്കൾക്ക് മയങ്ങാനുള്ള ബിസ്ക്കറ്റ് എറിയുന്നത് മോഷ്ടാക്കളുടെ പതിവാണ്. രണ്ടാമത്തെ സൂചന, സംഭവസ്ഥലത്ത് മുളകുപൊടി വിതറിയിരുന്നു എന്നതാണ്. പോലീസ് നായ്ക്കളെ വഴിതെറ്റിക്കാൻ സാധാരണ നിലയിൽ മോഷ്ടാക്കൾ ചെയ്യുന്ന പൊടിക്കൈയാണത്. പക്ഷെ അപ്പോഴും അതൊരു സാധാരണ മോഷണമായി കാണാൻ പോലീസ് തയ്യാറായില്ല. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം പോലീസ് അധികം വൈകിയില്ല. അന്ന് തന്നെ അന്വേഷണം ബന്ധുക്കളിലേക്കും തിരിച്ചു. മോഷ്ടാക്കൾക്ക് അകത്ത് കടക്കാൻ മാർഗമുണ്ടോ? ആദ്യ സൂചനകൾ നൽകിയത് കൊല്ലപ്പെട്ട കാരണവരുടെ മരുമകൾ ഷെറിനായിരുന്നു. ഭാസ്കര കാരണവരുടെ മകൻ ബിനു പീറ്ററിന്റെ ഭാര്യ. ശാരീരിക പരിമിതികൾ ഉണ്ടായിരുന്ന ആളായിരുന്നു ബിനു. വീടിന്റെ മുകൾ നിലയിൽ ഒരു സ്ലൈഡിംഗ് ജനാലയുണ്ടായിരുന്നു. ഷെറിൻ അത് പോലീസിന് കാണിച്ചു കൊടുത്തു. ഒരാൾക്ക് എളുപ്പത്തിൽ 2ാം നിലയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു ആ സ്ലൈഡിംഗ് ജനാല. പക്ഷേ ഒരു ഏണി ഉറപ്പായും വേണം, അല്ലാതെ അവിടെ നിൽക്കാൻ കഴിയില്ല. ആ വീടിന്റെ പരിസരത്ത് പോലീസ് നടത്തിയ തെരച്ചിലിൽ ഒരു ഏണി കണ്ടെടുത്തു. പക്ഷേ ഏണിയിൽ പൊടി പറ്റിപ്പിടിച്ച നിലയിലായിരുന്നു. അത് അടുത്ത കാലത്തൊന്നും ഉപയോഗിച്ചിരുന്നില്ല എന്ന് സാരം. പിന്നെ എങ്ങനെ?
പുറത്തുനിന്ന് വന്ന മോഷ്ടാവല്ലെങ്കിൽ പിന്നെ ആര്? ആ മറ്റൊരു സാധ്യത എന്താണെന്ന് അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചു. അന്ന് ആലപ്പുഴ IG വിൻസൻ എം പോൾ നേരിട്ടെത്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. നായ്ക്കൾ കുരയ്ക്കാത്തതും മുളകുപൊടി വിതറിയതും അന്വേഷണം വഴിതെറ്റിക്കാനുള്ള മാർഗങ്ങളായിരുന്നുവെന്ന് ഏതാണ്ട് ഉറപ്പായ ഘട്ടം. പിന്നെ വീടുമായി അടുപ്പമുള്ള ആളുകളിലേക്കായി ശ്രദ്ധ. പോലീസ് മൊബൈൽ ഫോൺ പരിശോധന ആരംഭിച്ചു. റാൻഡം ചെക്കിംഗ്. അതിനിടെ കണ്ണുടക്കിയത് ഷെറിന്റെ കോളുകളിൽ. ഷെറിൻ വിളിച്ച കോളുകളിൽ കൂടുതൽ പരിശോധനകൾ നടത്താൻ വിൻസൻ എം പോൾ നിർദ്ദേശം നൽകി. സംശയം തെറ്റിയില്ല. ദുരൂഹമായ വിളികൾ, രാത്രിയിലും പകലും നീണ്ട സംശയകരമായ ഇടപെടലുകൾ. പക്ഷേ ഉറപ്പിക്കണം, മരിച്ചയാളിന്റെ അടുത്ത ബന്ധു എന്ന് പറഞ്ഞാൽ മകന്റെ ഭാര്യ, കുടുംബത്തിലെ പ്രധാന അംഗം. മകന് മാനസികാരോഗ്യം മോശമായതിനാൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നയാൾ. ഭാസ്കര കാരണവർ മകന് പകരം സ്വത്തുക്കൾ നോക്കി നടത്താൻ കണ്ടയാൾ. അങ്ങനെ ഒരാളെ സംശയത്തിന്റെ പേരിൽ മാത്രം കസ്റ്റഡിയിലെടുക്കാൻ കഴിയില്ല. മറുവഴികൾ തേടി പോലീസ് ഒരിക്കൽ കൂടി ആ വീട്ടിലെത്തി. 2009 നവംബർ 10. തിരിച്ചും മറിച്ചുമുള്ള ചോദ്യങ്ങൾ. സംശയം തോന്നാതിരിക്കാൻ വീട്ടുകാരിൽ പലരെയും മാറി മാറി ചോദ്യം ചെയ്തു. പക്ഷേ പോലീസിന്റെ ശ്രദ്ധ മുഴുവനും ഷെറിനിൽ ആയിരുന്നു. ഒടുവിൽ ഷെറിൻ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിത്തുടങ്ങി. ഇനി പോലീസിന്റെ ഊഴം. ശാസ്ത്രീയ തെളിവുകൾ വേണം. കോൾ ഡേറ്റ റെക്കോർഡുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചു. ഒരു നമ്പറിലേക്ക് മാത്രം 55 വിളികൾ. അത് ബാസിത്ത് അലി എന്ന പേരിലുള്ള ഒരാളുടെ ഫോണിലേക്കായിരുന്നു. ആരാണ് ബാസിത്ത്? എന്താണ് ഷെറിനും അയാളുമായുള്ള ബന്ധം? പോലീസിന്റെ ജോലി എളുപ്പമായി തുടങ്ങി. നവംബർ 11 ഭാസ്കര കാരണവർ വധക്കേസിലെ പ്രതിപട്ടികയിൽ മുഖ്യപ്രതിയായി ചേർത്ത് ഷെറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷെറിന്റെ ഉള്ളിലുള്ളത് മുഴുവൻ പുറത്തെടുക്കാൻ പോലീസിന് അധികം സമയം വേണ്ടിവന്നില്ല. തെളിവുകൾ പലതും അതിനോടകം പോലീസിന് ലഭിച്ചു. പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി. ഷെറിൻ സത്യങ്ങളൊക്കെ തുറന്നു സമ്മതിച്ചു. 2009 നവംബർ 7 ഭാസ്കര കാരണവരെ കൊലപ്പെടുത്താൻ ഉറപ്പിച്ച ശേഷം ഷെറിൻ ആദ്യം ക്ലോറോഫോം സംഘടിപ്പിച്ചു. കാരണവർ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി. ശേഷം പുറത്തു കാത്തുനിന്ന കൂട്ടാളികളുടെ അടുത്തേക്ക്. രാത്രി ലോകമുറങ്ങുമ്പോൾ ഒരു കൊലക്കളം ഒരുക്കുകയായിരുന്നു അവർ. കാരണവർ വളർത്തിയിരുന്ന 2 നായ്ക്കൾക്ക് മയക്കുമരുന്ന് നൽകി അവയെ ശാന്തരാക്കി. പുറത്ത് കാത്തുനിന്നത് ഷെറിന്റെ കാമുകൻ ബാസിത്ത് അലിയായിരുന്നു. ഒപ്പം 2 സുഹൃത്തുക്കൾ, നിധിൻ, ഷാനു റഷീദ്. വാതിൽ തുറന്ന് അവരെ മൂവരെയും വീട്ടിലേക്ക് കയറ്റി. ഉറങ്ങുന്ന ഭാസ്കരക്കാരനവരുടെ അടുത്തെത്തിയ അവർ ക്ലോറോഫോം കയ്യിലെടുത്തു. 4 നരാധമർ കട്ടിലിന് 4 വശത്തേക്കും നീങ്ങി. ക്ലോറോഫോം മുഖത്തേക്കമർത്തി ബോധം മറഞ്ഞുവെന്ന് ഉറപ്പാക്കി. പിന്നെ ഒരു തലയണ കയ്യിലെടുത്ത് വീണ്ടും മുഖമമർത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. നവംബറിലെ ആ തണുപ്പിൽ അവർ 4 പേർ. ഇനി ഇതൊരു മോഷണ ശ്രമമാണെന്ന് വരുത്തണം. മുളകുപൊടി വിതറി ആദ്യ ശ്രമം. അലമാരയും മേശവലിപ്പും കുത്തി തുറന്നിട്ടു. അവിടെയുണ്ടായിരുന്ന ഒരു ലാപ്ടോപ്പും വിലപിടിപ്പുള്ള ആഭരണങ്ങളും ഉൾപ്പെടെയുള്ള ചില സാധനങ്ങളും കൈക്കലാക്കി. ഏകദേശം 1.25 ലക്ഷം രൂപ വിലമതിക്കുന്ന സാധനങ്ങളാണ് ലാപ്ടോപ്പ് കൂടാതെ അവിടെ നിന്നും നഷ്ടപ്പെട്ടതെന്ന് പിന്നീട് കണക്കാക്കി. മോഷണ ശ്രമമാണെന്ന് വരുത്താനുള്ള നീക്കങ്ങൾ. ഒപ്പമുള്ള പ്രതികൾ അപ്പോഴേക്കും സ്ഥലം വിട്ടിരുന്നു.
2009 നവംബർ 14. ഷെറിൻ നൽകിയ കൃത്യമായ വിവരങ്ങൾ, മൊബൈൽ ഫോൺ ടവർ ട്രാക്കിംഗ്, ചില സൂചനകൾ. മറ്റു 3 പ്രതികളിലേക്കെത്താൻ പോലീസിന് അനായാസം കഴിഞ്ഞു. ബാസിത്ത് അലി, നിധിൻ, ഷാനു റഷീദ് എന്നിവരെ ഗോവയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഏതൊരു കുറ്റകൃത്യത്തിന്റെയും അന്വേഷണ വഴികളിൽ ഉയരുന്ന സുപ്രധാനമായൊരു ചോദ്യമുണ്ട്. എന്തായിരുന്നു പ്രേരണ, കാരണം, മോട്ടീവ്? പ്രതികളുടെ ശിക്ഷ ഉറപ്പാക്കാനുള്ള സുപ്രധാനമായ ചോദ്യമാണത്. അതിന്റെ ഉത്തരം ഷെറിൻ എന്ന യുവതിയുടെ ജീവിത കഥയിൽ തന്നെ ഉണ്ടായിരുന്നു. പോലീസിന് മുന്നിലെത്തിയത് വളരെ പ്രഡിക്റ്റബിൾ ആയ ഒരു കഥ. സാമ്പത്തിക ശേഷി കുറഞ്ഞ ജീവിത സാഹചര്യത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഭാസ്കര കാരണവർ കണ്ടെത്തിയത് തന്റെ മകന്റെ ഭാര്യയാകാനാണ്. മനോവൈകല്യമുള്ള, ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള യുവാവാണ് ബിനു പീറ്റർ കാരണവർ. ഇളയ മകന്റെ ഭാവി സുരക്ഷിതമാക്കണം, ഭാര്യയായി അവനെ പരിചരിക്കണം. കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റാൻ ഷെറിനും ഒരവസരം. അത് കാരണവർ ഉറപ്പു നൽകി. 2001 ഇവർ വിവാഹിതരായി. പറഞ്ഞുവെച്ച ഉടമ്പടിയിൽ 1-ാം ഇനം. വിവാഹശേഷം ഷെറിനെ അമേരിക്കയിൽ കൊണ്ടുപോകും, അവിടെ ജോലി ശരിയാക്കും. ആ ഉറപ്പിലാണ് കല്യാണം നടത്തിയത്. 1 വർഷത്തിനകം പറഞ്ഞതുപോലെ തന്നെ ബിനുവും ഷെറിനും അമേരിക്കയിലെത്തി. അന്ന് അമേരിക്കയിലായിരുന്ന ഭാസ്കര കാരണവർക്കും ഭാര്യ അന്നമ്മയ്ക്കുമൊപ്പം താമസവും തുടങ്ങി. ജോലിയും ശരിയായി. അമേരിക്കയിൽ ഷെറിൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു മോഷണം നടന്നു. ഭാസ്കര കാരണവരെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ നിന്നും വിവരമെത്തി. മോഷ്ടാവ് ഷെറിനാണ്. കേസ് ഒത്തുതീർപ്പാക്കി അവരെ നാട്ടിലേക്ക് അയച്ചു. ഭർത്താവിനും കൈക്കുഞ്ഞിനുമൊപ്പം ഷെറിൻ നാട്ടിലെത്തി. നാട്ടിലെത്തി വൈകാതെ ദാമ്പത്യ പൊരുത്തക്കേടുകൾ പുറത്തായി. ഓർക്കുട്ടും സാമൂഹ്യ മാധ്യമങ്ങളും വഴി പരിചയപ്പെടുന്ന യുവാക്കൾ ഷെറിന്റെ അടുപ്പക്കാരായി. ആരോഗ്യമില്ലാത്ത ഭർത്താവിനെ ഷെറിൻ ഗൗനിക്കാതെയായി. ഭാര്യ അന്നമ്മയുടെ മരണത്തോടെ ഭാസ്കര കാരണവരും അമേരിക്ക വിട്ടു. സ്വന്തം നാടായ ചെറിയനാട്ടേക്ക് മടങ്ങി. കാർണവേഴ്സ് വില്ലയിൽ പക്ഷേ അപ്പോഴേക്കും ഷെറിന്റെ ഭരണമായിരുന്നു. മകന്റെ ആരോഗ്യം കണക്കിലെടുത്ത് സ്വത്തുക്കളിൽ മരുമകൾക്ക് കൂടി അവകാശമെഴുതി കാരണവർ നേരത്തെ ധനനിശ്ചയം ചെയ്തിരുന്നു. സ്വത്തുക്കളിൽ തുല്യ അവകാശം. ആർക്കെന്തു സംഭവിച്ചാലും ആ അവകാശം കൂടി ലഭിക്കും വിധമുള്ള ധനനിശ്ചയം. ഷെറിൻ കാര്യപ്രാപ്തിയുള്ള ആളാണെന്ന ധാരണ കാരണവർക്ക് മാറി തുടങ്ങി. ഷെറിന്റെ ജീവിതം അദ്ദേഹത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. സുഹൃത്തുക്കൾ, കാമുകന്മാർ, ധൂർത്ത്. ചോദ്യം ചെയ്ത കാരണവരോട് ഷെറിന്റെ മറുപടികൾ തൃപ്തികരമായില്ല. ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങൾ കൈവിട്ടു തുടങ്ങിയിരുന്നു. ഭാസ്കര കാരണവർ കാണുന്ന വിധത്തിൽ തന്നെ ഷെറിനെ തേടി ആ വീട്ടിൽ പുരുഷ സുഹൃത്തുക്കൾ എത്തിത്തുടങ്ങി. ഭർത്താവ് ബിനുവിനെ മുകളിലെ നിലയിലാക്കി ഷെറിൻ താഴത്തെ മുറിയിലേക്ക് മാറി. ഇരുട്ടിൽ താഴത്തെ നിലയിൽ ഷെറിനെ തേടി സുഹൃത്തുക്കളെത്തി. ഭാസ്കര കാരണവർക്ക് മകന്റെ ദയനീയ സ്ഥിതി മനസ്സിലായി. മരുമകൾക്ക് അവകാശം നൽകി ചെയ്ത ധനനിശ്ചയം ഒരു അപകടമാണെന്ന് കാരണവർ തിരിച്ചറിഞ്ഞു. നവംബർ 11 പോലീസ് കസ്റ്റഡിയിൽ സത്യം തുറന്നു പറഞ്ഞ ഷെറിൻ ആ കാരണവും വ്യക്തമാക്കി. സ്വത്തുക്കളുടെ അവകാശം നിശ്ചയിച്ച് നൽകിയിരുന്ന ആ പത്രം കാരണവർ റദ്ദാക്കി പുതിയത് തയ്യാറാക്കാൻ പോകുന്നു. വൈകാതെ വിവാഹബന്ധം വേർപെടുത്താനുള്ള സാധ്യതയും മുന്നിൽ കണ്ടു. ബിനു പീറ്ററിനെ മറ്റു സഹോദരങ്ങൾ അമേരിക്കയിലേക്ക് മടക്കിക്കൊണ്ടുപോയേക്കും. സ്വത്ത് പോകും, ബന്ധവും പോകും. ബന്ധം ഷെറിനൊരു പ്രശ്നമായിരുന്നില്ല, പക്ഷേ സ്വത്തൊരു പ്രശ്നമായിരുന്നു. സ്വത്ത് പോകരുത്. എന്താണ് മാർഗം? ബന്ധം പോയാൽ സ്വത്ത് പോകും. അപ്പോൾ ബന്ധം പോകാതെ സ്വത്ത് കയ്യിൽ വരണം. ബിനുവിന്റെ ബുദ്ധിയും പ്രവൃത്തിയും തന്റെ വരുതിയിലാണ്. ഒരു നൂൽപ്പാവ പോലെ അതെല്ലാം സുഭദ്രം. പക്ഷേ തടസ്സം, അത്
തനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഭാസ്കര കാരണവർ തന്നെ. ഉറപ്പിച്ച പ്ലാൻ, നിരന്തരമായ ആലോചനകൾ. കാമുകൻ ബാസിത്തിനെ കൂടെ കൂട്ടി. കുറിച്ചി സ്വദേശി ബാസിത്ത് അലി, അയാളുടെ സുഹൃത്തുക്കളായ കളമശ്ശേരി സ്വദേശി നിതിൻ, ഏലൂർ സ്വദേശി ഷാനു റഷീദ് എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ. പ്ലാൻ സുഭദ്രമെന്ന് കരുതി. പക്ഷെ കേരള പോലീസ് അത് പൊളിച്ചെറിഞ്ഞു. ഭാസ്കര കാരണവർ വധക്കേസിന്റെ വിചാരണ നടന്നത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലാണ്. വിചാരണയും ശിക്ഷാവിധിയും അതിവേഗമെത്തി. 2010 ജൂൺ 11. കൊലപാതക പ്രേരണ, ഗൂഢാലോചന. തെളിഞ്ഞ കുറ്റങ്ങളിൽ ഷെറിനെ കോടതി ശിക്ഷിച്ചു. ഓരോ കുറ്റത്തിനും ജീവപര്യന്തം. ആകെ 3 ജീവപര്യന്തം തടവുകളാണ് കോടതി ഷെറിന് വിധിച്ചത്. ഈ ശിക്ഷകൾ ഒരുമിച്ചാണ് അനുഭവിക്കേണ്ടിയിരുന്നത്. തന്നെ വിട്ടയക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഷെറിൻ അപ്പീൽ നൽകി. കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും പക്ഷേ വിചാരണ കോടതി നൽകിയ ശിക്ഷ ശരിവച്ചു. ജയിലിൽ ചില വിവാദങ്ങളുടെ ഒരറ്റത്ത് ഷെറിനുണ്ടായിരുന്നു. സഹതടവുകാരുമുണ്ടായ പ്രശ്നങ്ങൾ, ഒപ്പമുള്ളവരുടെ പരാതി, ഇടയ്ക്ക് ജയിൽ മാറ്റം. ഷെറിന്റെ ജയിൽ ശിക്ഷ 14 വർഷം നീണ്ടു. ഇടയ്ക്കിടെ ഷെറിന് പരോൾ അനുവദിച്ചതിലും വിവാദങ്ങളുണ്ടായി. ഒടുവിൽ ജയിൽ മോചനവും വലിയ വാർത്തയായി. 2025 ജനുവരി സംസ്ഥാന മന്ത്രിസഭ ഷെറിന്റെ ശിക്ഷയിൽ ഇളവ് നൽകാൻ തീരുമാനമെടുത്തു. ജയിലിൽ നിന്ന് വിട്ടയക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. കേരള സർക്കാർ ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാൻ തീരുമാനിച്ച 11 തടവുകാരിൽ ഒരാളായി ഷെറിനും. ജൂലൈ 17 ഗവർണറുടെ അനുമതിയെത്തി. ഗവർണറുടെ അംഗീകാരത്തിനു ശേഷം ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങി. 2025 ജൂലൈ 17 കണ്ണൂർ വനിതാ ജയിലിൽ നിന്ന് ഷെറിൻ പുറത്തിറങ്ങി. പരസ്പര വിശ്വാസം, കുടുംബം, സമ്പത്തിനായുള്ള മോഹം, ഇരുണ്ട വഴികളിലൂടെയുള്ള ജീവിതം. അങ്ങനെ ചേർത്തുവച്ചു വായിക്കാൻ കുറേയുണ്ട് ഈ സംഭവത്തിൽ. മലയാളി വയോധികർ ഭയന്നു വിറച്ച നാളുകൾ. ആരെ വിശ്വസിക്കണം എന്നമ്പരെന്ന മനുഷ്യർ. ഭാസ്കര കാരണവർ വധം മുന്നോട്ട് വയ്ക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇതൊക്കെയാണ്. നാളെ വീണ്ടും കാണാം മറ്റൊരു കേസിന്റെ വിശകലനവുമായി. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.